ഇത്ര റീച്ച്. ഇപ്പൊ ഇന്നലെ തന്നെ പറയാനാണെങ്കിൽ നമുക്കറിയാം രേണുവിന്റെ കീമോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. സ്വാഭാവികമായിട്ടും ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് കീമോ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. പക്ഷെ നിങ്ങളോട് പറയാനാണെങ്കിൽ ആകെ 26 മിനിറ്റ് എങ്ങാനും ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇത്. ഇതിൽ ആകെ ഒരു 5 മിനിറ്റ് എങ്ങാനുമാണ് ഇവർ കീമോ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. ബാക്കി 21 മിനിറ്റ് സംസാരിക്കണം എന്താണെന്ന് അറിയും. കിച്ചുവിന്റെ കുറ്റം പറച്ചിലാണ്. ഹിതമാണെന്ന് എനിക്കറിയാം. ചേച്ചിനടുത്ത് അത് ചോദിക്കുന്നതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഗർഭമാക്കിയോ? കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? സത്യം ഇത് ചോദ്യം ഉണ്ടാകാം. ഒരു മണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ അറിയണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കാണ് പോലും. എന്ത് കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? കിച്ചു രേണുവിനെ ഉപദ്രവിച്ചോ? കിച്ചുവിൽ നിന്നും രേണു ഗർഭിണിയായോ എന്നൊക്കെ ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇന്റർവ്യൂവർക്ക് അറിയാം. ഭയങ്കര കോണാത്തിലെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പറ്റുന്നത്. ഒരുത്തൻ എന്തെങ്കിലും ഒരു തോന്നിയാസം വെച്ച് ഒരു തമ്മിൽ പഠിച്ചു വിട്ടു എന്ന് കരുതി അത് വെച്ച് ഇമാതിരി ചോദ്യങ്ങളാണ് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ചോദിക്കേണ്ടത്. ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? ചിരിച്ച് ആഹാ എന്താണ് ആഹ്ലാദം, എന്താണ് സന്തോഷം. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടാൻ വേണ്ടി രേണു കൊതിക്കുന്ന പോലെ രേണുവിന്റെ സംസാരം കേട്ടാല്. എന്തായാലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ രേണു ഹാപ്പി ആയല്ലോ, അത് മതി. മനുഷ്യന്മാരായ ലേശ ഉടുപ്പില്ലേ ഈ ഒരു 5 മാസം മുന്നേ വരെ ആ ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധം. തുടങ്ങി കിച്ചുവിന്റെ കുറ്റപുസ്തകം തുറന്നു വെക്കാൻ. ഇനിയിപ്പോ സൗകര്യമായല്ലോ, കുത്തിയിരുന്ന് കിച്ചുവിന്റെ കുറ്റം പറയാലോ. വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായി. ഇന്ന് വരെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഇന്ന് പറയണം. എന്താ എന്റെ ഉദ്ദേശം? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന ബെസ്റ്റ്. അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ ആയപ്പോ പൂർത്തിയായി. ഇത്രയും കാലം കിച്ചുവിനെ മാത്രമാണ് കുറ്റം പറഞ്ഞത്. ഇനി കുറച്ച് കിച്ചുവിന്റെ വീട്ടുകാരെ കൂടി കുറ്റം പറയാം അല്ലേ? ഇങ്ങനെ ഒരു സ്ത്രീ ഒരു രോഗത്തിന് ചികിത്സ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സംഭവം ഷെഫീന ബീവി കിച്ചുവിന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ഷെഫീന ബീവിനെ കിച്ചുവിന്റെ വീട്ടുകാരെ സൽക്കരിച്ചിരുത്തതിന്റെ ചൊർക്കാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും ഇതിന്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് എന്നെ മൂടിയാലും എന്നെ ശപിച്ചാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എന്റെ വീട്ടുകാരും എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. അവരാണ് ആദ്യം കല്ലെറിഞ്ഞ് ഓടിക്കേണ്ടത്. രേണുസുതി എന്ത് അപരാധം കാണിച്ചാലും അവർക്ക് സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടി ജയ് വിളിക്കാനും കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് രേണുസുതി ഇപ്പോഴും ഇങ്ങനെ കാട്ടപരാധം കാണിച്ച് നടക്കുന്നത്. കാരണം എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ. ഇവരെ വേണം ആദ്യം കല്ലെറിഞ്ഞു. ഈ സ്ത്രീ എന്താ ഇങ്ങനെ? ഇവർക്ക് ഈ നാവൊന്ന് അടുക്കി വെച്ചൂടെ? മരിക്കുന്നത് വരെ വിവാദങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കാമെന്നാണോ ഈ സ്ത്രീ കരുതി വെച്ചേക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി. അവിടെ ഇടയ്ക്ക് വരാറുണ്ട്.